കോൺഗ്രസ് വിട്ട് NCP-യിലെത്തുകയും NCP-യുടെ സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്ത PC ചാക്കോ ഇപ്പോൾ ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മന്ത്രി AK ശശീന്ദ്രന്റെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ തലവേദനയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി അങ്ങനെ ഒരു മന്ത്രിമാറ്റത്തിന് തയ്യാറാകാത്ത പശ്ചാത്തലം, അങ്ങനെ വിവാദങ്ങൾക്കിടെ ഇപ്പോഴിതാ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. PC ചാക്കോ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, എന്താണ് വിവരങ്ങൾ? NCP-യിലെ പിളർപ്പ് സമാനതകളില്ലാത്ത ഒരു തരത്തിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് PC ചാക്കോ NCP-യുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി AK ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നീക്കത്തിൽ PC ചാക്കോ ഉൾപ്പെടെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതിനോട് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതോടെയാണ് NCP-ക്കുള്ളിൽ തന്നെ വിഭാഗീയത ഉണ്ടായത്. അതാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന തരത്തിലേക്ക് വരെ PC ചാക്കോയെ എത്തിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. PC ചാക്കോ ശരത് പവാറിനെ നേരിട്ട് ഈ രാജിവെക്കാനിടയായ സാഹചര്യം ബോധ്യപ്പെടുത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതോടൊപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആരെ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കണം, NCP-യുടെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. അതിനോട് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യമായിരുന്നു PC ചാക്കോ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം മുമ്പോട്ട് വെച്ചത്. പക്ഷേ ദേശീയ നേതൃത്വം അതിന് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും മുഖ്യമന്ത്രി അതിന് പച്ചക്കൊടി കാണിച്ചിരുന്നില്ല. അവിടെയാണ് AK ശശീന്ദ്രനൊപ്പമാണ് ഇടത് സർക്കാരും അല്ലെങ്കിൽ LDF-ഉം അതോടൊപ്പം തന്നെ LDF കൺവീനറും മുഖ്യമന്ത്രിയും അടക്കം AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടർന്നാൽ മതി എന്നൊരു നിലപാടിലായിരുന്നു. അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് താൻ മാറി എന്നൊരു വിലയിരുത്തലിൽ PC ചാക്കോ അസംതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് രാജിവെച്ചുകൊണ്ട് NCP-യിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ് സൂചന. ഇനി PC ചാക്കോയുടെ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ എന്താകും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഇപ്പോൾ നിയമസഭയിലുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം അവർ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. എന്തായാലും PC ചാക്കോയുടെ രാജിയിലൂടെ NCP-യിലെ പിളർപ്പ് മറ്റൊരു തരത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. യെസ്, അവിടെ ഡാൻ, ഇതിലിപ്പോൾ ഈ നേതൃത്വത്തിന്റെ ഇടപെടലൊക്കെ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് നേരത്തെ തന്നെ PC ചാക്കോ രാജിവെച്ചേക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പകരം ആര്, അല്ലെങ്കിൽ കൃത്യമായ ഒരു അറിയിപ്പോടുകൂടി തന്നെയാണോ ഈ രാജി? PC ചാക്കോ അസംതൃപ്തനായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം അധ്യക്ഷനായി തുടരുന്ന പാർട്ടിയുടെ മന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും തനിക്കില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ കാര്യമാണ് ഇടത് നേതൃത്വവുമായി അദ്ദേഹം നേരത്തെ പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ തന്നെ കാര്യങ്ങൾ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് തുടർ നടപടികളിലേക്ക്, അതായത് ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച അനിശ്ചിതത്വത്തിൽ എന്തുകൊണ്ട് ദേശീയ നേതൃത്വം ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം കൂടി PC ചാക്കോ മുമ്പോട്ട് വെച്ചിരുന്നു. അതിനൊടുവിൽ ഈ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് അധ്യക്ഷ സ്ഥാനം തന്നെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട്, പ്രതിഷേധം അദ്ദേഹം പരസ്യമാക്കിയിരിക്കുന്നത്. യെസ്, അതോടൊപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു PC ചാക്കോ. ഡൽഹിയുടെ ചുമതലയടക്കമുണ്ടായിരുന്നു. ലോക്സഭയിലേക്ക് പലതവണ കേരളത്തിൽ നിന്നടക്കം തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. അവിടുത്തെ അതൃപ്തിയെ തുടർന്നാണ് NCP-യിലേക്ക് എത്തിയത്. 2021 NCP-യിലെത്തി. ഉടനെ തന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ PC ചാക്കോ അധ്യക്ഷനായി എത്തിയപ്പോൾ മുതൽ പാർട്ടിക്കുള്ളിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിട്ടെത്തുമ്പോൾ ഉടനെ ഈ പദവി നൽകുന്നു എന്നുള്ളത്. അതിനുശേഷമാണല്ലോ ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുക്കുന്നത്. ഈ രാജിക്ക് ശേഷവും പാർട്ടിയിൽ തന്നെ തുടരും. പദവിയില്ലാത്ത PC ചാക്കോയ്ക്ക് അങ്ങനെ തുടരാൻ സാധിക്കുമോ? അതിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ ഡാൻ? ഒരുപക്ഷെ PC ചാക്കോയെ തങ്ങളുടെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ NCP അജിത് പവാർ വിഭാഗം BJP-യിലേക്ക് ചേരുന്നതിന് മുന്നോടിയായി നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അത് വ്യക്തമാക്കിയത് PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതൃത്വവുമായി UDF നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് തങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അവർ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുമെന്നൊക്കെയായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നീക്കങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്ത് ഉപാധി മുമ്പോട്ട് വെച്ചുകൊണ്ടായിരിക്കും PC ചാക്കോ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. NCP പിളർന്നിരിക്കുന്നു, ആ പിളർപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നു.
ഇനി PC ചാക്കോ അവിടെ തുടരുമോ അതോ PC ചാക്കോ NCP വിട്ടുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ള കാര്യം. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം തോമസ് കെ തോമസിന്റെ നിലപാട്. കാരണം തോമസ് കെ തോമസിന് വേണ്ടിയാണ് PC ചാക്കോ ദേശീയ നേതൃത്വത്തിന് മുമ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് മുമ്പിലും അവകാശവാദം ഉന്നയിച്ചത്. അവിടെ ദേശീയ നേതൃത്വം മുമ്പോട്ട് വെച്ച തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയും തോമസ് കെ തോമസ് മന്ത്രിസഭയിലേക്ക് വരുന്നതിനോട് മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ട് എന്ന കാര്യം പരസ്യമാവുകയും ചെയ്തത്. അപ്പോഴും ഇനി ഒരു കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നേക്കും തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ളവർ എന്ന ഏതാനും നാളുകളായി അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിനിടയിൽ വളരെ നാടകീയമായാണ് NCPയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നേതൃത്വത്തോടുള്ള വിയോജിപ്പ് PC ചാക്കോ പരസ്യമാക്കിയിരിക്കുന്നത്. ഇനി NCPക്കുള്ളിൽ അദ്ദേഹം തുടരുമോ അതോ പുറത്തു കടന്ന് NCPക്കെതിരെ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുമോ? ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. വൈകാതെ ഇത് സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം രാജിവെച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ പരിഗണിച്ചുകൊണ്ട് നിലവിലെ സംസ്ഥാന NCPയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു അനുനയ നീക്കം ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് തന്നെ രണ്ട് പക്ഷമായി നിൽക്കുന്ന സാഹചര്യം, ഒരു വിഭാഗം അജിത് പവാർ പക്ഷത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്നാൽ വലിയ പാർട്ടിയൊന്നുമല്ല കേരളത്തിൽ NCP, ചെറിയ പാർട്ടിയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബലമില്ലാതെയൊന്നും വിജയിച്ച് കയറാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളൊന്നുമില്ല. അതേസമയം സംസ്ഥാനത്തൊരു മന്ത്രി അടക്കം NCPക്ക് ഉണ്ട് താനും. ഈ വിഷയത്തെ എങ്ങനെയായിരിക്കാം നേതൃത്വം കൈകാര്യം ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷം ഇതൊരു വലിയൊരു അവർക്കൊരു നഷ്ടമായി ഒന്നും വിലയിരുത്താൻ സാധ്യതയില്ല. കാരണം ചാക്കോയുടെ ഭാഗത്തു നിന്നും തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ LDF നേതൃത്വത്തിന് നേരത്തെ തന്നെ ലഭിച്ചതാണ്. അത് മനസ്സിലാക്കിയായിരുന്നു അവർ AK ശശീന്ദ്രന് വേണ്ടി അടിയുറച്ച് നിൽക്കുകയും ചെയ്തത്. LDF കൺവീനർ TP രാമകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും നേരത്തെ തന്നെ പരസ്യ പിന്തുണ AK ശശീന്ദ്രൻ നൽകിയത് അത് കൃത്യമായി ശശീന്ദ്രനോടുള്ള പിന്തുണയ്ക്കൊപ്പം തോമസ് കെ തോമസിനോടുള്ള വിയോജിപ്പായി കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് തന്നെയായിരുന്നു കടുത്ത എതിർപ്പെന്ന് പരസ്യമാകുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് പിന്നീട് LDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നടക്കമുണ്ടായത്. ശശീന്ദ്രനെ മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നായിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണാൻ ശ്രമിച്ച NCP നേതൃത്വത്തോട് മുഖ്യമന്ത്രിയും LDF കൺവീനറും ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു നിലപാട് LDF നേതൃത്വം സ്വീകരിച്ചപ്പോൾ തന്നെ NCP നേതാക്കൾ ഒരു വിഭാഗം കടുത്ത നിലപാടിലേക്ക് കടന്നേക്കുമെന്നൊരു സൂചനകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് തോമസ് കെ തോമസും അതോടൊപ്പം തന്നെ PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ മുന്നണി ബന്ധം തന്നെ ഉപേക്ഷിക്കണമെന്നൊരു നിലപാട് കടുപ്പിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നത്. അതിനിടയിൽ വളരെ നാടകീയമായാണ് അധ്യക്ഷ സ്ഥാനം തന്നെ രാജിവെച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തോട് തനിക്കുള്ള അസംതൃപ്തി പരസ്യമാക്കി PC ചാക്കോ ഇപ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ NCPയുടെ അധ്യക്ഷ സ്ഥാനം PC ചാക്കോ രാജിവെച്ചിട്ടുള്ളത്. പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം പാർട്ടി ഔദ്യോഗികമായി ഉന്നയിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി കടുംപിടുത്തം തുടരുന്ന സാഹചര്യം ഉണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ അദ്ദേഹം അനുവദിക്കാത്ത പശ്ചാത്തലം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഒപ്പം കുട്ടനാട് പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സീറ്റ് NCPക്ക് നൽകേണ്ടതുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള ആഭ്യന്തര ചർച്ചകളും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ ആണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.